അങ്ങനെ ഞങ്ങൾ ഏകദേശമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ, ബേക്കറി കൊണ്ടുപോകാനുള്ള കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി, കൂടുതലായിട്ടൊന്നുമില്ല കുറച്ച്. അങ്ങനെ ബേക്കറി എല്ലാം കഴിഞ്ഞ് വാങ്ങിയതിന് ശേഷം കേട്ടോ വണ്ടിയുമ്പോൾ കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, ഈ അച്ഛനും മോനും തമ്മിൽ എപ്പോഴും വഴക്കുള്ള കേട്ടോ. പിന്നെ ഞങ്ങൾ വഴിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ സാധനം കണ്ടു കേട്ടോ. ഈ സാധനത്തിന് ചിലർ നൊങ്കെന്ന് പറയും, ഞങ്ങളുടെ അവിടെ കരിമ്പന തേങ്ങ കേട്ടോ പറയുക, കരിമ്പനയിൽ കിട്ടുന്ന തേങ്ങ എന്നുള്ളതിലാണ് പറയുന്നത്. ഇങ്ങനെ നൊങ്കെന്നും പറയുന്നത് കണ്ടിട്ടുണ്ടോ? വേനൽക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ വേനൽക്കാലത്താട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വർഷക്കാലം ഏകദേശമൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ വഴിയരിയിൽ ഇങ്ങനെ വിൽക്കണം. അപ്പോൾ നോക്കുന്ന നല്ല ഫ്രഷ് സാധനം, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഫ്രഷ് ഇപ്പം തന്നെ നമ്മൾ വെട്ടി ഇറക്കിയ തരത്തിലുള്ളതാണ്. അപ്പോൾ എന്തായാലും കുഞ്ഞിന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. അങ്ങനെ അതിലൊരു തേങ്ങയ്ക്കാട്ടോ ഒരു 50 രൂപ പറയണം. അങ്ങനെ 2 എണ്ണം വാങ്ങി. അവൻ്റെ ഒരു ആഗ്രഹമല്ല, പിന്നെ ഈ വേനൽക്കാലമായിട്ട് ഞങ്ങൾ അവനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും 2 എണ്ണം വാങ്ങി. അപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാണ്. അത് വേണമെന്ന് തന്നെ പറഞ്ഞ് വാശി പിടിച്ച് ഇറങ്ങിയത്. അതിൻ്റെ അപ്പോൾ തൊട്ടപ്പുറത്ത് ഞാവൽപ്പഴം വിൽക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് നോക്കി വാശി പിടിക്കുക. ഞാൻ പറഞ്ഞു ഞാവൽപ്പഴം അത് നമ്മൾ നാടൻ ഞാവൽപ്പഴമല്ല, ഒരു വരവാണ്. അപ്പോൾ പിന്നെ അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, വെറുതെ കളയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അങ്ങ് വാങ്ങിയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെരുപ്പൂരാടിനൊക്കെ ഭയങ്കര ടെൻഷനാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡോർ തുറന്നിട്ടില്ല, ഡോറിൻ്റെ കീ സനുപേട്ടൻ്റെ കയ്യിൽ. അപ്പോൾ സനുപേട്ടൻ ഫ്ലാറ്റിൻ്റെ താഴെ ആരോട് സംസാരിച്ച് നിൽക്കുക, അതുകൊണ്ട് ലേറ്റായി വരാം. അതിന് എന്തൊക്കെയോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, ഇതാണ് ഈ വീട്ടിലത്തെ അവസ്ഥ. കുട്ടിയേക്കാളും കണക്കാണ് ഈ സനുപേട്ടന്. എപ്പോഴും അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാണ്. എൻ്റെ ഒരു സാധനം കഴിക്കാനും അടിയാണ്, എന്ത് കാര്യത്തിന് അടിയോടടി അവിടെ. അങ്ങനെ അച്ഛനും മോനും കൂടിയിട്ട് വളരെ സന്തോഷമായിട്ട് കഴിക്കും കേട്ടോ. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ സനുപേട്ടനും ഇവനും മാത്രമാട്ടോ ഈ വീട്ടിലുള്ളത്. ഇവർ രണ്ടുപേരും ഭയങ്കര നല്ല ഫ്രണ്ട്സാട്ടോ. ഇപ്പം ഞാനുള്ള കാരണം ഈ കുസൃതിയും കുറുമ്പൊക്കെ കാണിക്കുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പോയി കഴിഞ്ഞാൽ പൊന്നു പോലെ കേട്ടോ സനുപേട്ടൻ എൻ്റെ കുഞ്ഞിനെ നോക്കുക. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം സമാധാനം അതാണ് കേട്ടോ. അങ്ങനെ വഴക്ക് കൂടുന്നതെന്ന് നോക്കണ്ട അവർ തമ്മിൽ.